NCERT, SCERT സ്കൂൾ ടെസ്റ്റുകളിലെ പ്രധാന പോയിന്റ്സുകളും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതുമായ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ ചെറിയ വിശദീകരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാനായി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. വേവൽ പദ്ധതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ നോക്കാം. ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരിടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക. രൂപീകരിക്കപ്പെടുന്ന ഗവൺമെൻറ്റിന് ആഭ്യന്തരം ഒഴികെയുള്ള മറ്റെല്ലാ വകുപ്പുകളിലും ഭരണ സ്വാതന്ത്ര്യം നൽകും. എല്ലാ വകുപ്പുകളിലും ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനും അധികാരം നൽകും. ഗവൺമെൻറ് മുൻപോട്ട് വെക്കുന്ന തീരുമാനങ്ങളെ വീറ്റോ ചെയ്യുവാനുള്ള അധികാരം ഗവർണർ ജനറലിന് നൽകും. അപ്പോൾ ചോദ്യം എന്താണ്? വേവൽ പദ്ധതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതായിരിക്കും ബന്ധമില്ലാത്ത പ്രസ്താവന? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണെന്ത്? ഇതുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അവിടെ എന്താണ് മാറ്റം വരേണ്ടത്? രൂപീകരിക്കപ്പെടുന്ന ഗവൺമെന്റിന് പ്രതിരോധം ഒഴികെയുള്ള അന്നേരം വേവൽ പദ്ധതിയിലെ വ്യവസ്ഥയായിട്ട് തന്നെ അത് മാറും. ഏതാണ് നമ്മൾ പറഞ്ഞ ഇതിൽ എഴുതിയിരിക്കുന്ന ഓപ്ഷൻ എ, സി, ഡി വേവൽ പദ്ധതിയിലെ വ്യവസ്ഥകളാണ്. അതിനോടൊപ്പം വേവൽ പദ്ധതിയിലുള്ള മറ്റൊരു വ്യവസ്ഥയാണ് ഏത്? രൂപീകരിക്കപ്പെടുന്ന ഗവൺമെന്റിന് പ്രതിരോധം ഒഴികെയുള്ള മറ്റെല്ലാ വകുപ്പുകളിലും എന്ത് നൽകും? ഭരണ സ്വാതന്ത്ര്യം നൽകും എന്നുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയിലെ വ്യവസ്ഥകളുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ ഇവിടെയും ചോദ്യം ബന്ധമില്ലാത്തതാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാമെന്നും രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും ഗാന്ധിജി സമ്മതിച്ചു. തീരപ്രദേശങ്ങളിൽ ഉപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാർക്ക് അനുവാദം നൽകിയില്ല. സിവിൽ നിയമലംഘന കാലത്ത് അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ ഒഴികെ എല്ലാ തടവുകാരെയും വിട്ടയക്കാം എന്ന് ഗവൺമെന്റ് സമ്മതിച്ചു. തീരപ്രദേശങ്ങളിൽ ഉപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാർക്ക് അനുവാദം നൽകി. അപ്പോൾ ഇതിലേതാണ്? എന്താണ് ചോദ്യം? ബന്ധമില്ലാത്തതല്ലേ? ഇതിലേതാണ് ബന്ധമില്ലാത്തത്? ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണെന്ത്? ഇതുമായിട്ട് ബന്ധമില്ലാത്തത്. മൂന്നാമത് ചോദ്യം നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ ശിപായി ലഹളയെ അടിച്ചമർത്തിയതിൽ ഉൾപ്പെടാത്ത നടപടി ഏത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നിയമപരമായ നടപടി, സൈനികപരമായ നടപടി, നയതന്ത്രപരമായ നടപടി, നീതിന്യായപരമായ നടപടി. നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം ഈ നീതിന്യായപരമായ നടപടി ആയിരിക്കും. ഏതാണ്? നീതിന്യായപരമായ നടപടി അല്ലേ? ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും നീതി ഉണ്ടോ നമുക്ക് ഇന്ത്യക്കാർക്ക്? ഉണ്ടായിരുന്നതൊക്കെ മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രിട്ടീഷുകാർക്ക് അല്ലേ? അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നിയമപരമായ നടപടി, അതുപോലെ സൈനികപരമായ നടപടി, അതുപോലെ നയതന്ത്രപരമായ നടപടി, ഇതിൽ NCERT ബേസ് ചെയ്ത് ഇവയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാനൊന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഒന്നാമത് ഏതാണ്? നിയമപരമായ നടപടി. എന്താണ് നിയമപരമായ നടപടിക്ക് അത് പറയുന്നത്? നമുക്ക് നോക്കാം. എന്താണ് അതിൽ പറയുന്നത്? ബ്രിട്ടീഷുകാര് ഉത്തരേന്ത്യയിലെ പട്ടാളക്കാർക്കിടയിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. എവിടെ കൊണ്ടുവരുന്നേ? ഉത്തരേന്ത്യയിലെ പട്ടാളക്കാർക്കിടയിൽ. ആ നിയമത്തിനകത്ത് എന്താണ് പറയുന്നത്? പട്ടാളത്തിലെ ഏറ്റവും താഴ്ന്ന റാങ്കിൽപ്പെട്ട ഏതൊരു പട്ടാള ഉദ്യോഗസ്ഥനെ പോലും ഏതൊരു കലാപകാരിയും അറസ്റ്റ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? അയാളെ എന്ത് ചെയ്യാം? കൊന്നുകളയാം. ഇതാണ് നിയമപരമായ നടപടിയിൽ പറയുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം PSCക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിലല്ലാതെ ഇതിലെ വസ്തുതകളെ സ്റ്റേറ്റ്മെൻ്റ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതുകൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്ത ഏതാണ്? സൈനികപരമായ നടപടിയില്ല. ഏതാണ് സൈനികപരമായ നടപടി? അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഈ കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? ഡൽഹിയാണ്. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് അതിനുള്ള സൈന്യം കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ ഫോഴ്സിനെ അവിടെ നാട്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ആ സൈന്യം ഒരേ സമയം പഞ്ചാബിലും കൊൽക്കത്തയിലുമായി കേന്ദ്രീകരിക്കുന്നു.
ആ സൈന്യം ഒരേ സമയം എന്ത് ചെയ്യുന്നു? ഡൽഹിയിൽ കലാപത്തെ അടിച്ചമർത്തുന്നു. ഡൽഹി അറ്റാക്ക് ചെയ്ത് ഡൽഹി ആരെ കൈവശത്തിലാക്കുന്നു? ബ്രിട്ടീഷുകാർ കൈക്കലാക്കി എന്താ? ഡൽഹി. ഇനി അടുത്ത് എന്താണ്? നയതന്ത്രപരമായ നടപടി. ഏതാണ്? നയതന്ത്രപരമായ നടപടിയാണ് പറയുന്നത്. ഈ ശിപായിമാർക്കൊപ്പം ഇന്ത്യയിൽ കർഷകരുണ്ട്, ഭൂപ്രഭുക്കന്മാരുണ്ട്. ഓക്കെ, ആരൊക്കെയുണ്ട്? ഭൂപ്രഭുക്കന്മാരുണ്ട്, കർഷകരുണ്ട്. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി കായികപരമായ മാത്രം കൊണ്ട് കഴിയത്തില്ല, തങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ എന്തുകൂടി വേണം? ബുദ്ധിപരം കൂടി വേണം. അന്നേരം ഒരു ഓഫറും കൊണ്ടിറങ്ങി. ഓഫർ ആർക്കാണ് കൊടുക്കുന്നത്? ഭൂപ്രഭുക്കന്മാർക്കാണ്. അവരോട് എന്താ പറയുന്നത്? ഈ കലാപകാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ തങ്ങൾക്കൊപ്പം നിൽക്കാമെങ്കിൽ പലപ്പോഴായി നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഭൂമികളും വസ്തുവകകളും ഒക്കെ അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നൊന്നായി തിരിച്ച് വിട്ടുതരാം. ഓക്കെ, അപ്പോൾ ആ ചോദ്യം ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യം എന്താണ്? ബ്രിട്ടീഷുകാർ ശിപായി ലഹളയെ അടിച്ചമർത്തിയതിൽ ഉൾപ്പെടാത്ത നടപടി ഏത് എന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ഏതാണ് ആ നടപടി? അതേതാണ്? നീതിന്യായപരമായ നടപടി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത നോക്കേ, നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പൊ എന്താണ് ചോദ്യം? ഇതും ബന്ധമില്ലാത്തതാണ്. ഏതുമായിട്ടാണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ അടിത്തറ ഇളക്കി മറിച്ച പ്രക്ഷോഭമായിരുന്നു ഗാന്ധിയുടെ ആദ്യത്തെ ദേശീയ സമരം. ക്രിയാത്മകപരവും നിഷേധാത്മകപരമായ പരിപാടികൾ ഉണ്ടായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിയെ ഒരു യഥാർത്ഥ ദേശീയ നേതാവാക്കി മാറ്റി. അപ്പൊ ഇതിലേതാണ് ബന്ധമില്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി. ഏതാണ്? എന്താ പറയുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിയെ ഒരു യഥാർത്ഥ ദേശീയ നേതാവാക്കി മാറ്റി എന്നുള്ളത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുള്ളതല്ല. അപ്പൊ റൗലറ്റ് ആക്ട് ആണ് അവിടെ വരുന്നത്. എന്താണ്? ഗാന്ധിയെ ഒരു യഥാർത്ഥ ദേശീയ നേതാവാക്കി മാറ്റിയത് എന്തുവാണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് റൗലറ്റ് ആക്ടിലൂടെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 1939 INCയുടെ ത്രിപുരി സമ്മേളനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പൊ ഏത് സമ്മേളനമാണ്? 39 ത്രിപുരി സമ്മേളനം. എന്താ ചോദ്യം? ബന്ധമില്ലാത്തത്. നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന INCയുടെ സമ്മേളനം. INCയുടെ 52ാമത് സമ്മേളനമായിരുന്നു ഇത്. പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ച INCയുടെ സമ്മേളനം. അപ്പൊ ഏതാണ് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ച INC സമ്മേളനം. നമുക്കറിയാം INCയുടെ 1938 ഹരിപുര സമ്മേളനത്തിലാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം എന്ത് ചെയ്യുന്നത്? പ്രദർശിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കേ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്തത് ഏതുമായിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധമില്ലാത്തത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ പൂർണ്ണമായി അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർക്ക് ഏകദേശം 1 വർഷക്കാലത്തോളം സമയം വേണ്ടി വന്നു. JP നാരായൺ ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധതന്ത്രവും ഒളിപ്പോരും നടത്തി. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധി ആരംഭിച്ച 3ാമത് ദേശീയ സമരമായിരുന്നു. ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. അപ്പം നമുക്ക് കിട്ടി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാ? ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു, അല്ലേ? അങ്ങനെയാണോ? അല്ല. ഏതാണ്? ഓഗസ്റ്റ് 9 എങ്ങനെ ആചരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാണ് ഓഗസ്റ്റ് 9. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചോദ്യം ശ്രദ്ധിച്ചേ. എന്താണ് ചോദ്യം? സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എല്ലാ ഗ്രാമങ്ങളും എല്ലാ നഗരങ്ങളും ഒറ്റക്കെട്ടായി നടത്തണമെന്നും എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ കൂടണമെന്നും ഗാന്ധിജി അഭ്യർത്ഥിച്ചു. യോഗങ്ങളുടെ സമയം ആധുനിക രീതിയിൽ പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്യണം. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ തുടങ്ങേണ്ടത് ദേശീയ പതാക ഉയർത്തിക്കൊണ്ടായിരിക്കണം. ആ ദിവസത്തിന്റെ ബാക്കി സമയം നൂൽപ്പ്, ഐത്തജാതിക്കാരെ സേവിക്കൽ, ഹിന്ദു മുസ്ലിം ഐക്യം, മദ്യനിരോധന പ്രവർത്തനം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. ഓക്കെ, അപ്പൊ ഇതിലേതാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉൾപ്പെടാത്തത്? ഏതായിരിക്കും? ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യോഗങ്ങളുടെ സമയം ആധുനിക രീതിയിലാണ് ഇവിടെ ഓപ്ഷന് തന്നിരിക്കുന്നത്. അത് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല.
അത് തെറ്റാണ്. എങ്ങനെയാണ് യോഗങ്ങളുടെ സമയം എങ്ങനെയാ ആധുനിക രീതിയിലാണോ ഗാന്ധി പറയുക? അല്ല, മറിച്ച് എങ്ങനെയാണ് യോഗങ്ങളുടെ സമയം പരമ്പരാഗത രീതിയിൽ പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്യണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എന്ത് ചെയ്യാം നോക്കാം. ക്യാബിനറ്റ് മിഷനുമായി ബന്ധമില്ലാത്തത് ഏതുമായിട്ടാണ്? ക്യാബിനറ്റ് മിഷനുമായി ബന്ധമില്ലാത്തത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇന്ത്യൻ നേതാക്കന്മാരുമായി അധികാര കൈമാറ്റത്തിന്റെ വ്യവസ്ഥകൾ ചർച്ച ചെയ്യുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുവാനും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുവാനും ശുപാർശ ചെയ്തു. ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കണം. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവ യൂണിയൻ കൈകാര്യം ചെയ്യണം. ഈ കമ്മീഷനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ആയിരുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? ക്യാബിനറ്റ് മിഷനുമായി ബന്ധമില്ലാത്തതാണ്. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ഓപ്ഷൻ ഡി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റല്ലേ? അത് ബന്ധമില്ലാത്തയല്ലേ ക്യാബിനറ്റുമായി, അല്ലേ? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് നിയോഗിച്ചത്, ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത് ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്? അത് ക്ലമന്റ് ആറ്റ്ലി ആണ്. ആരായിരുന്നത്? ക്ലമന്റ് ആറ്റ്ലി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതുമായിട്ടാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ നോക്കാം. ഒട്ടോമൻ സാമ്രാജ്യത്വത്തിലെ പുണ്യ സ്ഥലങ്ങളുടെ അധികാരം ഖലീഫയ്ക്ക് നൽകുക. അറേബ്യ, സിറിയ, ഫലസ്തീൻ, ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങൾ മുസ്ലിം മതപരമാധികാരത്തിന് കീഴിലേക്ക് കൊണ്ടുവരിക. കൂടുതൽ പ്രദേശങ്ങൾ ഖലീഫയ്ക്ക് വിട്ടു നൽകുക. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം കീഴരിയൂർ ബോംബ് കേസിന് കാരണമായി. അപ്പോൾ ഏതാണ് ബന്ധമില്ലാത്തത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം എന്തിനാണ്? കീഴരിയൂർ ബോംബ് കേസിന് കാരണമായി, അല്ലെ? അതാണ് ബന്ധമില്ലാത്തത്. നമുക്കറിയാം കീഴരിയൂർ ബോംബ് കേസ്, അല്ലേ? കീഴരിയൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? PSC മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ് ചോദിച്ചത്? എങ്ങനെയാണ്? കീഴരിയൂർ ബോംബ് കേസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ തുടർന്ന് കേരളത്തിലുണ്ടായ കലാപം ചോദിച്ചാൽ ഏതാണത്? മലബാർ കലാപം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മിന്റോ മോർലി ഭരണപരിഷ്കാരവുമായി ബന്ധമില്ലാത്ത ഏതാണ്? മിന്റോ മോർലി റിഫോംസ് ആക്ടുമായി ബന്ധമില്ലാത്തയാണ് ചോദ്യം. അപ്പൊ നോക്കാം. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നു. ഹിന്ദു മുസ്ലിം ചേരിതിരിവിന് കാരണമായ ഭരണപരിഷ്കാരം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കൊണ്ടുവന്നു. പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്ന ഭരണപരിഷ്കാരമായിരുന്നു. അപ്പൊ നോക്കേ, ഇതിലേതായിരിക്കും ബന്ധമില്ലാത്തത്? ഏതായിരിക്കും? പ്രവിശ്യകളിൽ എന്താ പറയുന്നത്? ദ്വിഭരണം. അത് തെറ്റല്ലേ? അത് ബന്ധമില്ലാത്തയല്ലേ? അപ്പൊ പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്ന ഭരണപരിഷ്കാരം ഏതായിരുന്നു? അത് മൊണ്ടേഗു ചേംസ്ഫോർഡ് റിഫോംസ് ആക്ട് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഓക്കെ,